നമ്മളിതിനു മുന്നേ ഈ വോഡ്ക ഉപയോഗിച്ച് തന്നെ ഒറിജിനൽ വോഡ്ക റഷ്യൻ വോഡ്ക ഉപയോഗിച്ച് നമ്മൾ ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും നമ്മൾ ഇന്ന് ചെയ്യണം കേട്ടോ. പല ഫ്ലേവറുകൾ നമ്മൾ ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നുണ്ട്, കോക്കനട്ട് ഉപയോഗിക്കുന്നുണ്ട്, പല ഫ്ലേവറിലും നമ്മൾ ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു 3-4 കോക്ടെയിൽ നിന്ന് ഉണ്ടാക്കാം. ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്യുന്നത് ഇതാ നമ്മുടെ കോക്കനട്ട്. ഈ കോക്കനട്ട് പ്രത്യേകത വാട്ടർ മാത്രമല്ല, നമ്മളതിൻ്റെ കോക്കനട്ടിന് കൊത്തിയെടുത്തിട്ട് ആ കരിക്കില്ല ടെൻഡർ കോക്കനട്ട് അതിൻ്റെ നല്ല ബ്ലെൻഡായിട്ട് ഇത് ഉപയോഗിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കത് എടുക്കാം. അതിന് നമ്മുടെ ഒറിജിനൽ വോഡ്ക റഷ്യൻ വോഡ്കയാണ് കേട്ടോ നമ്മളെടുക്കുക. ഇപ്പോൾ കുറച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ 15 ml എടുക്കണുള്ളൂ. ഞാൻ ഇതിൻ്റെ അളവ് ഹാഫാണ് എടുക്കുന്നത്, 15 ml. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഒരു വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കോക്ടെയിലുകളാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ ഇളക്കണില്ല കേട്ടോ, ആവശ്യം കുറച്ചെടുക്കും. ഒരു സൂപ്പർ ഫ്ലേവറാണ്. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഇതാണ് കേട്ടോ. വോഡ്ക വിത്ത് കോക്കനട്ട്, ടെൻഡർ കോക്കനട്ട് ഫുള്ളായിട്ട് തിന്നു, വാട്ടർ മാത്രമല്ല. തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യുക, അടിപൊളി. നമുക്ക് മറ്റൊരെണ്ണം കൂടി ഉണ്ടാക്കാം. ഇനി നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ എടുക്കാം കേട്ടോ. അടുത്തത് നമുക്ക് ഓറഞ്ച് ജ്യൂസിൽ നിങ്ങൾ ട്രൈ ചെയ്യണം, തീർച്ചയായും ട്രൈ ചെയ്യണം. വോഡ്ക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എടുക്കാമായിരിക്കും. ടക്കീല ബെസ്റ്റാണ് കേട്ടോ, നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഷുഗർ കുറവാണ്. അപ്പോൾ ഒറിജിനൽ വോഡ്ക കിട്ടി നമ്മൾ മുന്നേ ചെയ്തു. ഇനി നമ്മൾ പലതും നമ്മൾ പരീക്ഷിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഇതാ നമുക്ക് ഓറഞ്ച് ജ്യൂസിൽ കഴിയണം കേട്ടോ. ഫ്രൂട്ട് ജ്യൂസിലെല്ലാം ട്രൈ ചെയ്യുക. അപ്പോൾ ഒരു സിട്രസ് ഫ്ലേവറാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. നിങ്ങൾക്ക് ഫ്ലേവർ എങ്ങനെയാണെന്ന് അറിയില്ല. ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. അത്ര മതി കേട്ടോ. നമ്മൾ 15 ml 45 ml ബസ്. ഇത് തന്നെ അല്പം ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. നമുക്ക് പൈനാപ്പിൾ ഒന്ന് ട്രൈ ചെയ്യാം. ഒരു വ്യത്യസ്തത, ഏത് ഫ്ലേവറാണ് നല്ലതെന്ന് എനിക്ക് എപ്പോഴും കോക്കനട്ടാണ് ഇഷ്ടം കേട്ടോ. അടുത്തത് ഇന്നലെ നമ്മളൊരു വ്യത്യാസമായിട്ടുള്ള ഇന്ന് ഫ്രൂട്ട്സാണ് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി പൈനാപ്പിൾ ജ്യൂസ് നല്ലൊരു കോക്ടെയിലാണ്. നമുക്ക് എല്ലാം ഒന്ന് ഗാർണിഷ് ചെയ്ത് ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ഒരുമിച്ചൊന്ന് ഫ്ലേവർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ 3 ഫ്രൂട്ട്സ് ഫ്ലേവറായി. ഇനി നമുക്കുള്ള കുക്കുംബർ. ഇനി നമുക്ക് അടുത്തത് ഒരു കുക്കുംബർ, ജിഞ്ചർ ആൻഡ് മിൻറ്റ്. കാരണം അതിൽ ഞാൻ അല്പം ലെമൺ വെഡ്ജ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ലെമൺ വെഡ്ജ്, വെരി നൈസ്. അല്പം കൂടി ലെമൺ വെഡ്ജ്. ഇത് ഞാൻ കുറച്ച് സ്പാർക്ലിംഗ് വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അല്പം നിങ്ങളുടെ ഓപ്ഷനാണ് കേട്ടോ. നിങ്ങൾക്ക് ഹണി അല്പം ഉപയോഗിക്കാവുന്നതാണ്. ഫ്ലേവേഡ് സ്പാർക്കിൾ വാട്ടറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അല്പം ഒരു മണം ഉണ്ടായിരിക്കും. നമുക്ക് പറ്റുന്ന സോഡ ഉപയോഗിച്ചാൽ മതി. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. കുറച്ച് ഹണി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. സ്പാർക്കിംഗ് വാട്ടർ നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് നമ്മുടെ ഇത് ഒഴിക്കാം. ഉള്ളത് വാട്ടർ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റി കൂടുതലുണ്ട് കേട്ടോ. നമ്മളപ്പോൾ ജിഞ്ചർ ഇട്ടിട്ടുണ്ട്, അല്പം മിൻറ്റ് ഇട്ടിട്ടുണ്ട്, കുക്കുംബർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും നമ്മൾ 15 ml തന്നെ ഉപയോഗിക്കണുള്ളൂ കേട്ടോ. വാവ്, then mix it. അടിപൊളി, നല്ല വ്യത്യസ്തമായിട്ടുള്ള ഫ്ലേവറാണ്. സിമിലറാണ്. നമ്മൾ വേറെ അധികമൊന്നും ഉപയോഗിക്കുന്നില്ല. ഒറിജിനൽ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ എന്ന് പറയാവുന്ന നമുക്ക് ഉപയോഗിച്ച് നമ്മൾ ഫിസ് മാത്രമാണ്, അതായത് സ്പാർക്ക്ലിംഗ് വാട്ടർ. നമുക്കൊന്ന് ജസ്റ്റ് ഗാർണിഷ് ചെയ്യാം. ഓറഞ്ച്, ദെൻ പൈനാപ്പിൾ,
Then next one, we can do this lemon flower. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. വ്യത്യസ്തതയില്ലെങ്കിലും പല ഫ്ലേവറും പലരും അവരുടെ ഫേവറേറ്റായി നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം പറയണം. അപ്പോൾ 4 കോക്ടെയിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇനി നമ്മൾ കോക്ടെയിൽ ഉണ്ടാകും. ഒറിജിനൽ വോഡ്ക ആയതുകൊണ്ട് മാത്രം നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും ഡിഫറൻസ് അറിയാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കിയവർ നിങ്ങളുടെ അഭിപ്രായം പറയണം. ഏതാണ് ഫേവറേറ്റ് എന്നുള്ളത് പറയണം. തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു. സജീസ് ഫ്ലവർ ടൈം.